Hi everyone, welcome to my channel Civil Tips and Tricks for Civil Engineers. എൻ്റെ വീഡിയോ കേരള വാട്ടർ അതോറിറ്റിയുടെ എക്സാംസിനും ലെക്ചറർ ഗ്രേഡ് 1 എക്സാംസിനും പിന്നെ കേരള PSCയുടെ എക്സാംസിനും നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ വരുന്ന ഒരു ചെറിയൊരു ടോപ്പിക്കാണ് ലിമിറ്റ് ഫിറ്റ് ടോളറൻസസ്. ഓക്കെ, ഇത് മാത്രമേ ഉള്ളൂ ഫിനിഷ് ചെയ്യാനായിട്ട്, ബാക്കിയെല്ലാം ഒരുവിധം ഫിനിഷ് ആയതാണ്. ഓക്കെ, നിങ്ങൾക്ക് വന്നിട്ട് എന്തെങ്കിലും എക്സ്ട്രാ എടുക്കണമെങ്കിൽ നിങ്ങൾ എന്നോട് ആ പ്രത്യേക ടോപ്പിക്ക് മാത്രം കമൻറ്റ് സെക്ഷനിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അടുത്ത പ്രാവശ്യം അത് കറക്റ്റായിട്ട് എടുക്കാം. ഓക്കെ, ലിമിറ്റ് ഫിറ്റ് ടോളറൻസസിൽ വരുന്നതാണ് ഇൻട്രൊഡക്ഷൻ, ടോളറൻസ്, അലവൻസ്, ഫിറ്റ്സ്, ജനറൽ ടെർമിനോളജി ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വരുന്നതാണ് ഇൻട്രൊഡക്ഷൻ. ഈ ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സാധനം, ഓക്കെ, അല്ലെങ്കിൽ ഒരു പൈപ്പ് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഡൈമെൻഷനിൽ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യണം. ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഡിസൈൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതിന് ഒരു വേരിയേഷൻസ് കാണും. ഓക്കെ, ഇപ്പോൾ നമ്മൾ 20 സെൻറ്റിമീറ്ററിൽ ഒരു പൈപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചു. അപ്പോൾ ആ പൈപ്പിൻ്റെ കൂടെ ഫിറ്റ് ചെയ്യാനായിട്ട് വേറൊരു പൈപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ ആ പൈപ്പിൽ ഒന്ന് 20 അല്ലെങ്കിൽ 90 ഇതിൻ്റെ ഇടയിൽ വരുന്ന വേരിയേഷനാണ് കറക്റ്റായിട്ട് ആ ഒരു വേരിയേഷനിൽ ഈ മറ്റേ പൈപ്പ് ഇതിലോട്ട് ഫിക്സ് ആക്കാനായിട്ട് പറ്റും. അതിന് പറയുന്നതാണ് വേരിയേഷൻ. വേരിയേഷൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രോപ്പർ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് മെഷീൻസ്, ഓപ്പറേറ്റർ എറർ, ടൂൾ വിയർ, ഡിഫക്റ്റീവ് റോ മെറ്റീരിയൽസ് എക്സെട്ര. ഇത് വന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സാക്ട് സൈസ് ഉള്ള ഒരു പാർട്ട് നമുക്ക് എപ്പോഴും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ചിലപ്പോൾ വേരിയേഷൻസ് വരുത്താനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വേരിയേഷൻ എന്ന് പറയുന്നതാണ് ടോളറൻസസ്. ഈ ടോളറൻസസ് വന്നിട്ട് നമുക്ക് അലോ ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 20 സെൻറ്റിമീറ്റർ പൈപ്പ് ഉണ്ടെന്ന് വെച്ചോ, ഈ പൈപ്പിൽ വന്നിട്ട് ഈ 20 സെൻറ്റിമീറ്റർ വേറൊരു പൈപ്പ് ഉണ്ടല്ലോ, അത് 20 സെൻറ്റിമീറ്റർ എക്സാക്റ്റ് ആയിട്ട് വരത്തില്ല. ചിലപ്പോൾ 19 വരാം, ചിലപ്പോൾ 18 വരാം. അപ്പോൾ 18 to 21 ആണെങ്കിൽ ഇത്രയും ഒരു വേരിയേഷൻസിൽ നമുക്ക് വേണമെങ്കിൽ ഫിറ്റ് കറക്റ്റായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ചിലപ്പോൾ അത് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഫിറ്റ് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കുറഞ്ഞു കഴിഞ്ഞാലും സെയിം തന്നെയായിരിക്കും പ്രോബ്ലം. ടോളറൻസ്, ടോളറൻസിൽ വരുന്നതാണ് ഹോൾ, ഷാഫ്റ്റ്, ബേസിക് സൈസ്, സീറോ ലൈൻ. ഇപ്പൊ കാണിച്ചിരിക്കുന്നില്ലേ, അതാണ് ഹോൾ. ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ റെഡ് കളർ കാണുന്നില്ലേ, അതാണ് ഷാഫ്റ്റ്. ഹോള്, ഹോള് വന്നിട്ട് എല്ലാ ഇന്റേണൽ ഫീച്ചേഴ്സ് പറയുന്നതാണ് ഹോൾ. ഇത് വന്നിട്ട് സിലിണ്ടറിക്കൽ ആയിരിക്കത്തില്ല, മീൻസ് ഇന്റേണൽ ഫീച്ചേഴ്സ് അത് സിലിണ്ടറിക്കൽ അല്ലാത്ത കേസിന് പറയുന്നതാണ് ഹോൾ. ഹോളിന് വന്നിട്ട് അപ്പർ കേസസ് ആയിട്ടായിരിക്കും ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. A, B, C, പിന്നെ വന്ന് Z വരയ്ക്കും. ഓക്കെ, പിന്നെ വരുന്നത് ZA, ZB, ZC, പിന്നെ I, L, O, Q, W ഒന്നും കാണത്തില്ല. അതിന് പകരം JS, ZA ഒക്കെ ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ വന്നിട്ട് ഷാഫ്റ്റിന് വന്നിട്ട് എല്ലാ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് പുറമേ ഉള്ള ഭാഗങ്ങളിൽ വന്ന് ഡെസിഗ്നേറ്റ് ചെയ്യുന്നതാണ് ഷാഫ്റ്റ് ചെയ്യുന്നത്. അതും സിലിണ്ടറിക്കൽ ആയിരിക്കത്തില്ല. ഓക്കെ, പിന്നെ ഷാഫ്റ്റ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് ലോവർ കേസ് ലെറ്റേഴ്സ് ആയിരിക്കും. A, B, C, Z വരയ്ക്കും. ZA, ZB, ZC, പിന്നെ I, L, O, Q, W കാണത്തില്ല. അതിൻ്റെ കൂടെ ZS അല്ല JS, ZA, ZB, ZC അങ്ങനെ 25 എണ്ണം ഷാഫ്റ്റിനും കാണും. സൈസ്, ബേസിക് സൈസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബ് റിലേഷനിൽ എല്ലാ ലിമിറ്റ്സിനും വേരിയേഷൻസ് ഡിറ്റർമൈൻ ചെയ്യുന്ന സൈസാണ് ബേസിക് സൈസ്. ഇത് വന്നിട്ട് ഹോളിനും ഷാഫ്റ്റിനും സെയിം ആയിരിക്കും. ഓക്കെ, പിന്നെ എക്സാക്ട് തിയററ്റിക്കൽ സൈസ് വന്നിട്ട് ഡിസൈനിൽ അറൈവ് ചെയ്യുന്നത് ബേസിക് സൈസാണ്. ബേസിക് ഓർ നോർമലൈസ് സൈസ് വന്നിട്ട് ഡിഫൈൻ ചെയ്യുന്നത് സൈസ് ബേസ്ഡ് വന്നിട്ട് ഡയമെൻഷൻസ് ഡീവിയേഷൻസും തരും. ഓക്കെ, പിന്നെ ഇത് വന്നിട്ട് ഹോളിനും ഷാഫ്റ്റിനും സെയിം ആയിരിക്കും.
ഈ പിക്ചറിൽ കാണുമ്പോൾ തന്നെ അറിയാം മേജർ ഡയമീറ്റർ, മൈനർ ഡയമീറ്റർ, പിന്നെ അതിൽ വരുന്നതാണ് ബേസിക് സൈസ്. ഓക്കെ, ഏറ്റവും മേളത്തെ സൈസാണ്, മീൻസ് ആ ഏറ്റവും മേളത്തെ സൈസിലെ ഏറ്റവും ഹോളിൻ്റെ ഏറ്റവും താഴത്തെ സൈസ്, പിന്നെ ഷാഫ്റ്റിന് ഏറ്റവും മേളത്തെ സൈസുമാണ് ബേസിക് സൈസ് ആയിട്ട് വരുന്നത്. സീറോ ലൈൻ വന്നിട്ട് ബേസിക് സൈസ് റെപ്രസെന്റ് ചെയ്യുന്നതിന് പറയുന്നതാണ് സീറോ ലൈൻ. പിന്നെ ആക്ച്വൽ സൈസ് വന്നിട്ട് ഡയമെൻഷൻ വന്നിട്ട് മെഷർ ചെയ്യുന്നതിന് പറയുന്നതാണ് ആക്ച്വൽ സൈസ്. ലിമിറ്റ് ഓഫ് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം സൈസിൻ്റെയും മിനിമം ലിമിറ്റ് ഓഫ് സൈസിൻ്റെയും ഇടയിൽ വരുന്ന സോണിന് പറയുന്നതാണ് ലിമിറ്റ് ഓഫ് സൈസ്. ടോളറൻസ്, ഒരു കോമ്പോണൻറ്റും വന്നിട്ട് ഡിസൈൻ ചെയ്യുന്നത് കറക്റ്റ് സൈസിനായിരിക്കത്തില്ല. ചിലത് വന്നിട്ട് ഹോള് ചെറുതായിരിക്കും, അതിൻ്റെ കൂടെ തന്നെ ഷാഫ്റ്റ് ഭയങ്കര വലുതായിരിക്കും. പിന്നെ വന്നിട്ട് വേറെയും വരാം, ഷാഫ്റ്റ് ചെറുതായിരിക്കും, ഹോള് ഭയങ്കര വലുതായിരിക്കും. അപ്പം ഇത് വന്നിട്ട് ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുമ്പം അപ്പർ ലിമിറ്റും കാണും, ലോവർ ലിമിറ്റും കാണും. മീൻസ് മാക്സിമം സൈസിലും മിനിമം സൈസിലും കാണും. ഓക്കെ, അത്രയും ഉള്ള ടോളറൻസിന് നമുക്ക് വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാം. ഈ ഡിസൈൻ വന്നിട്ട് ചെയ്യുന്നത് വന്നിട്ട് ഡിസൈനറാണ്. ഈ ആളുടെ സാറ്റിസ്ഫാക്ഷന് വെച്ചിട്ടാണ് ടോളറൻസിൻ്റെ ലിമിറ്റ്സ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഡിഫറൻസ് ഓഫ് അപ്പർ ആൻഡ് ലോവർ ലിമിറ്റിന് പറയുന്നതാണ് ടോളറൻസ്. ടോളറൻസ് എന്താന്നിട്ട് ഒരു ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ടോളറൻസ് വന്നിട്ട് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഓക്കെ, പിക്ചർ ഇപ്പോൾ കാണിച്ചു തരാം. ഈ പിക്ചറിൽ കാണിക്കുന്നത് ഷാഫ്റ്റ് സൈസാണ്. ഷാഫ്റ്റ് സൈസിന് അപ്പർ ലിമിറ്റ് വന്നിട്ട് 25.4ഉം ലോവർ ലിമിറ്റ് വന്നിട്ട് 24.6. ഓക്കെ, അപ്പോൾ ഇതിന് ടോളറൻസ് എത്രയായിരിക്കും? 25.4 മൈനസ് 24.6 ചെയ്യുമ്പോൾ 0.8 mm ആണ് ടോളറൻസ് ആയിട്ട് വരുന്നത്. അടുത്ത ഒരു എക്സാമ്പിൾ കാണാം. ഷാഫ്റ്റ് സൈസിന് ഡയമീറ്റർ വന്നിട്ട് 40 പ്ലസ് ഓർ മൈനസ് 0.04. കാൽക്കുലേറ്റ് ദി ടോളറൻസ്. അപ്പർ ലിമിറ്റ് വന്നിട്ട് 40 പ്ലസ് 0.04 ഈക്വൽ ടു 40.04. പിന്നെ ലോവർ ലിമിറ്റ് വന്നിട്ട് 40 മൈനസ് 0.04 ഈക്വൽ ടു 39.39. ടോളറൻസ് വന്നിട്ട് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഈക്വൽ ടു 0.08 mm വരും. ഓക്കെ, ടോളറൻസ് സോൺ വന്നിട്ട് മാക്സിമം ലിമിറ്റ് സൈസും മിനിമം ലിമിറ്റ് സൈസിനും ഇടയിൽ വരുന്ന സോൺ എന്ന് പറയുന്നതാണ് ടോളറൻസ് സോൺ. ടൈപ്സ് ഓഫ് ടോളറൻസ്. രണ്ട് ടൈപ്പ് ടോളറൻസ് ഉണ്ട്. യൂണിലാറ്ററൽ ടോളറൻസ്, ബൈലാറ്ററൽ ടോളറൻസ്. യൂണിലാറ്ററൽ ടോളറൻസ് എന്താണെന്നും ബൈലാറ്ററൽ ടോളറൻസ് എന്താണെന്നും അടുത്ത സ്ലൈഡ് തൊട്ട് കാണാം. യൂണിലാറ്ററൽ ടോളറൻസ്. ഓക്കെ, സീറോ ലൈൻ്റെ ഒരു സൈഡിൽ മാത്രം ഉള്ള ടോളറൻസിന് പറയുന്നതാണ് യൂണിലാറ്ററൽ ടോളറൻസ്. ഈ പിക്ചറിൽ കാണുമ്പോൾ തന്നെ അറിയാം. ഫസ്റ്റ് വന്ന് 20.1 ആണ് ബേസിക് സൈസ്, അതിന് പറയുന്നതാണ് സീറോ ലൈൻ. ഓക്കെ, ഈ സീറോ ലൈനിൻ്റെ മേളിൽ മാത്രം വരുന്നതല്ലേ 0.0ഉം 0.1ഉം. ഓക്കെ, അതുപോലെ തന്നെ 0.1ഉം 0.2ഉം വന്നിട്ട് ഒരു സൈഡിലേ കാണത്തുള്ളൂ. മീൻസ് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഓക്കെ, പിന്നെ നെഗറ്റീവ് വാല്യൂ നെഗറ്റീവ് മാത്രമായിരിക്കും. ഓക്കെ, 0.0ഉം മൈനസ് 0.2ഉം. ഓക്കെ, അടുത്തത് വരുന്നതാണ് മൈനസ് 0.2ഉം മൈനസ് 0.5ഉം. ഓക്കെ, ഇതിനുള്ള പ്രോബ്ലംസ് അടുത്ത സ്ലൈഡിൽ കാണാം. ഈ പിക്ചർ നോക്കിക്കേ. ഈ പിക്ചറിൽ ഫസ്റ്റ് വരുന്നതാണ് 0.0ഉം 0.1ഉം. ഇതിന്റെ ടോളറൻസ് വന്നിട്ട് 20.1 പ്ലസ് 0.1 മൈനസ് 20.1 മൈനസ് 0.0. ഇതിന് ആൻസർ വന്നിട്ട് 0.1 mm. അടുത്തത് വന്ന് ടോളറൻസ് 20.1 പ്ലസ് 0.1 മൈനസ് 20.1 പ്ലസ് 0.2. അതിന് ആൻസർ വന്നിട്ട് 0.1 mm. ടോളറൻസ് ഈക്വൽ ടു 20.1 പ്ലസ് 0.0 മൈനസ് 20.1 മൈനസ് 0.1 ഈക്വൽ ടു 1 mm. അടുത്തത് വരുന്നത് 20.1 മൈനസ് 0.2 മൈനസ് 20.1 മൈനസ് 0.3. ഇതിന് ആൻസർ വന്നിട്ട്
0.1 mm. ഓക്കെ, എല്ലാ വാല്യൂസും വന്നിട്ട് 0.1 ടോളറൻസ് ആയിട്ട് കിട്ടത്തില്ല. ചിലപ്പോൾ 0.2, 0.3, 0.4 ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത് വരുന്നതാണ് ബൈലാറ്ററൽ ടോളറൻസ്. ബൈലാറ്ററൽ ടോളറൻസിന് വന്നിട്ട് 0 ലൈനിന്റെ രണ്ട് സൈഡിലും വരുന്നതാണ് ബൈലാറ്ററൽ ടോളറൻസ്. മീൻസ് പോസിറ്റീവിലും വരും നെഗറ്റീവിലും വരും. ആ വാല്യൂസ് വരുന്നതാണ് ബൈലാറ്ററൽ ടോളറൻസ്. ഓക്കെ, ഫസ്റ്റ് വണ്ണിന്റെ ടോളറൻസ് വന്നിട്ട് 10 + 0.1 -10 - 0.1 = 0.2 mm. പിന്നെ അടുത്തത് വന്നിട്ട് 10 + 0.5 -10 - 0.5 വന്നിട്ട് 1 mm ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ട് കൺഫേം ആയിട്ട് KWL ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ വിച്ച് ഈസ് ബൈലാറ്ററൽ ടോളറൻസ് ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്കറിയാം. ഓക്കെ, ക്വസ്റ്റ്യനിൽ വന്നിട്ട് 20 - 0.0 or 0.1. ഓക്കെ, ബി വന്നിട്ട് 20 + 0.2 or -0.1. സി വന്നിട്ട് 30 + 0.0 - 0.1. ഡി വന്നിട്ട് 40 - 0.0 or 0.1. ഇതിൽ ആൻസർ ഏതാണെന്ന് വേഗം കമന്റ് സെക്ഷനിൽ ഇട്ടേ. ഇതിൽ തന്നെ ആൻസർ ഉണ്ട്, ഞാനിപ്പോൾ ആൻസർ ഇതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ആണ് ആൻസർ. ഓക്കെ, 20 + 0.2 or -0.1. ഓക്കെ, അടുത്ത് വരുന്നതാണ് അലവൻസ്. അലവൻസ് വന്നിട്ട് ഇന്റേണൽ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ലിമിറ്റ് ഓഫ് ബേസിക് സൈസ്. ബേസിക് സൈസിന്റെ മാക്സിമം ലിമിറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസിന് പറയുന്നതാണ് അലവൻസ്. ഓക്കെ, ഇപ്പോൾ വന്നിട്ട് ഷാഫ്റ്റ് സൈസ് ചെറുത് ഹോൾ സൈസ് വലുത് അല്ല, ഷാഫ്റ്റ് സൈസ് ഹോൾ സൈസിനെക്കാളും ചെറുതാണെങ്കിൽ അതിന് അലവൻസ് വന്നിട്ട് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഷാഫ്റ്റ് സൈസ് വന്നിട്ട് ഹോൾ സൈസിനെക്കാളും വലുതാണെങ്കിൽ അത് വന്നിട്ട് നെഗറ്റീവ് ആവും അലവൻസ്. ഓക്കെ, അലവൻസ് = LLH - HLS. ഇതോടെ വന്നിട്ട് ക്ലാസ് കഴിയുകയാണ്. അടുത്ത ക്ലാസ്സിൽ വന്നിട്ട് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ലിമിറ്റ് ഫിറ്റ്സ് ടോളറൻസിന്റെ കണ്ടിന്യൂഷൻ തന്നെ എടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.